ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരായിട്ട് ജോയിൻ ആയി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് MMPC 001 എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ആണ് നമ്മുടെ പേപ്പറിന്റെ പേര് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, പിന്നെ ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അത് മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ഒന്നും അല്ല. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ എങ്ങനെയാണ് വിചാരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കി നോക്കാം. ഓർഗനൈസേഷൻസ് റിക്വയർ എഫക്റ്റീവ് മാനേജ്മെന്റ് ബട്ട് ദർ ആർ സെവറൽ ചാലഞ്ചസ് വിച്ച് മാനേജ്മെന്റ് ഹാസ് ടു എൻകൗണ്ടർ ഫോർ എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ഓർഗനൈസേഷൻസ് റിക്വയർ എഫക്റ്റീവ് മാനേജ്മെന്റ്. ഓർഗനൈസേഷൻസ് ആവുന്ന സമയത്ത് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആവശ്യമാണ്. പക്ഷെ എന്നാലും മാനേജ്മെന്റിന് ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചാലഞ്ചുകളെ എൻകൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യാനാണ്, ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നത് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിനകത്ത് വേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ്, അതിനെ എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം എന്ന് നമ്മൾ പറയുന്നത്. ആ കാര്യമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് എന്താണ് എന്ന് പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു പേപ്പർ പാസ്സാവാൻ പറ്റില്ല. കാരണം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണല്ലോ എൻറ്റയർലി പറയണത്. അപ്പൊ നമുക്ക് എന്താ മാനേജ്മെന്റ് എന്ന് അറിയാതെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് നോക്കാം. ഒന്നുമില്ല, മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദ യൂസ് ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. എന്താ പറയണത്, അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്ലാനിങ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ മാനേജ്മെന്റിനകത്ത് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, പ്ലാനിങ് ഉണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ പ്ലാനിങ്ങും ഓർഗനൈസിംഗും ഡയറക്റ്റിംഗും കൺട്രോളിംഗും ഒക്കെ ചെയ്യുന്നത്, ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദ യൂസ് ഓഫ് റിസോഴ്സസ്, അതായത് നമ്മളുടെ ആളുകളുടെ എഫേർട്ടിന് അതേപോലെ തന്നെ നമ്മളുടെ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സും അതേപോലെ തന്നെ എഫിഷ്യൻസിയും അച്ചീവ് ചെയ്യുക. അതാണ് നമ്മൾ ഈ മാനേജ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ത്, ദ എഫേർട്സ് ഓഫ് പീപ്പിൾ, ആളുകളുടെ എഫേർട്സിനെ അത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാണ്, പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാണ്, ഡയറക്റ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവിടെ റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം മെൻ, മെറ്റീരിയൽ, മെഷീനറി, അങ്ങനെ പല റിസോഴ്സുകളും നമ്മളുടെ ഓർഗനൈസേഷൻ ഉണ്ട്, ടൈം, അങ്ങനെ പലതും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അതിനൊക്കെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു മാനേജ്മെന്റിനകത്ത് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിന്റെ നെസസിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ പോയിന്റ് ആയിട്ട് പറയുന്നത് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ്. എന്താ പറയണത്, അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ഒരു നെസസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയണത് മാനേജ്മെന്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ് ബൈ കോർഡിനേറ്റിംഗ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എഫിഷ്യൻലി.
എഫിഷ്യന്റ്ലി നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു പേപ്പറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ നെസസിറ്റിയോ ഇമ്പോർട്ടൻസോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റത്തെ ഒരു നെസസിറ്റി ആയിട്ട് പറയണത് എന്താ, നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമായിട്ടുണ്ട്, മെറ്റീരിയൽ റിസോഴ്സസ് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എഫിഷ്യന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ നെസസിറ്റി ആയിട്ട് പറയുന്നത്, അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്താണ്, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ രണ്ടാമത്തെ നെസസിറ്റി ആയിട്ട് പറയുന്നത്. മാനേജേഴ്സ് സെറ്റ് ഗോൾസ്, ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ദാറ്റ് ഗൈഡ് ദ ഓർഗനൈസേഷൻ ടുവേഴ്സ് സക്സസ്. എന്താ പറയണത്, അതായത് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷനെ സക്സസിലോട്ട് കൊണ്ടുവരാനാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ നെസസിറ്റി ആയിട്ട് പറയുന്നത്. മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസിങ് റിസോഴ്സസ് ആണ്. ഓക്കെ, അതായത് എഫക്റ്റീവ് മാനേജ്മെന്റ് എൻഷുർ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് നമ്മുടെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതോറിറ്റി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് അടുത്തൊരു നെസസിറ്റി ആയിട്ട് പറയുന്നത്, ഓർഗനൈസിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസിങ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷനെയും അതോറിറ്റി അലോക്കേഷനെയും റെസ്പോൺസിബിലിറ്റി അലോക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഓർഗനൈസിങ് റിസോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എംപ്ലോയി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്, എംപ്ലോയി ഡെവലപ്മെന്റ് ആണ് പിന്നീട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ എംപ്ലോയി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് റിക്രൂട്ട്, ട്രെയിൻ, മോട്ടിവേറ്റ് ആൻഡ് ഡെവലപ്പ് എംപ്ലോയി ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി അല്ലെ. അതേപോലെ തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് എംപ്ലോയി ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, മാനേജ്മെന്റ് എന്തിനാണ്, മാനേജ്മെന്റിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ നെസസിറ്റി എന്താണ് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ട് വരുന്നത്. സോ എംപ്ലോയി ഡെവലപ്മെന്റിന് നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പിന്നീട് വരുന്നത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് മോണിറ്റർ പെർഫോമൻസ് ടു എൻഷുർ ദാറ്റ് ഓർഗനൈസേഷൻ ഗോൾസ് ആർ അച്ചീവ്ഡ്. എന്താ പറയണേ, അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ല ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത്. സോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവരും കൂടെ കൂടിച്ചേരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടീമുകളെ എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്, മാനേജ്മെന്റിലൂടെയാണ്. പിന്നെ പറയണത് അഡാപ്റ്റേഷൻ ടു ചേഞ്ച് ആണ് പറയണത്. മാനേജ്മെന്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി, മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് കസ്റ്റമർ നീഡ്സ്. നമുക്കറിയാം ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ പെട്ടെന്നാണ് എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്, മാറ്റങ്ങൾ, ചേഞ്ചുകൾ പെട്ടെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ചേഞ്ചുകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇപ്പൊ ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, മാർക്കറ്റ് കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അഡാപ്റ്റേഷൻ ടു ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ എന്തെന്ന് പറയുന്നത്, നെസസിറ്റീസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷനകത്ത് എന്തിനാണ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റിന്റെ എഫക്ട്, ആ ഒരു മാനേജ്മെന്റ് എന്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ നെസസിറ്റി എന്നാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഇവര് കുറച്ചധികം ചാലഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ചാലഞ്ചുകൾ ഏതൊക്കെയാണ്, ചാലഞ്ചസ് ടു മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ്, നമ്മുടെ
നമ്മുടെ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ്സിന് ചാലഞ്ചസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാലഞ്ച് ആയിട്ട് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. ഓക്കെ, എന്താ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് മാനേജ്മെന്റിന്റെ എഫക്റ്റീവ്നെസ്സിന് അതൊരു ചാലഞ്ച് ആയിട്ട് മാറുന്നത്? അതായത് മാനേജേഴ്സ് മസ്റ്റ് ഡീൽ വിത്ത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഗ്ലോബൽ ബിസിനസ് പ്രാക്ടീസസ്. എന്താ പറയണത്? അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മാനേജേഴ്സ് എന്ത് ചെയ്യണം? അവർ ഇന്റർനാഷണൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അവർ ഡീൽ ചെയ്യണം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി അവർ ഡീൽ ചെയ്യണം, ഗ്ലോബൽ ബിസിനസ് പ്രാക്ടീസുകൾ അവർ ഡീൽ ചെയ്യണം. അപ്പൊ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം എല്ലാ മാർക്കറ്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം മാത്രമല്ല, മാനേജേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അത് നമുക്കറിയാം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലെ, ഇപ്പൊ നമ്മൾ ഇന്റർനാഷണലി പോണ സമയത്ത് നമ്മളുടെ ഇവിടെ ഉള്ള കൾച്ചർ ആവില്ല മറ്റ് കൺട്രീസിൽ ഉണ്ടാവുക. സോ അവരെല്ലാവരെയും കൺസിഡർ ചെയ്യണം. അതേപോലെയുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മാനേജേഴ്സ്, കുറച്ച് കോംപ്ലക്സിറ്റി ആണ് ഇവരെല്ലാവരും മാനേജ് ചെയ്ത് പോവാന്ന് പറയണത്. അപ്പൊ അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആണ്. ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് വൺ പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് റിക്വയർ കണ്ടിന്യൂസ് ലേണിംഗ്, അഡാപ്റ്റേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ സിസ്റ്റം അല്ലെ. അതായത് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ മാനേജേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാനേജേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് മാനേജേഴ്സ് ആണ്. സോ അവർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പഠിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ പുതിയ സിസ്റ്റംസ് വരുന്ന സമയത്ത് അത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മളുടെ ഓർഗനൈസേഷനകത്തോട്ട് അഡാപ്റ്റ് ചെയ്യണം, അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അപ്പൊ അങ്ങനെ നമ്മൾ ടെക്നോളജിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമ്മൾ അത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാനേജർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. സോ അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആണ്. തേർഡ് വൺ പറയുന്നത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, അപ്പൊ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മാനേജിങ് എംപ്ലോയീസ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, കൾച്ചർ, ഏജസ് ആൻഡ് ജെൻഡേഴ്സ് ഈസ് എ മേജർ ചാലഞ്ച് അല്ലെ. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണോ? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്, കുറച്ച് പ്രായം കൂടിയവരുണ്ടായിരിക്കും, ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ജനറേഷനിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ പല പല ജനറേഷനിലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും വരുന്നത് ഒരേ ബാക്ക്ഗ്രൗണ്ടിലാണോ? അല്ല, അവരുടെ വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും അവർ ജനിച്ചു വളർന്ന അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ ആൾക്കാരെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. അതായത് ഇവിടെ പറയണത് എംപ്ലോയീസ് ഓഫൺ റെസിസ്റ്റ് ഓർഗനൈസേഷണൽ ചേഞ്ചസ് ഡ്യൂ ടു ഫിയർ, അൺസർട്ടനിറ്റി ഓർ ലോസ് ഓഫ് കൺട്രോൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാന്ന് വിചാരിക്കുക. ആരാ മാറ്റം കൊണ്ടുവരിക? യെസ്, മാനേജേഴ്സ് ആണ് മാറ്റം കൊണ്ടുവരിക. അപ്പൊ ഈ മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് എംപ്ലോയീസിന് അത് എന്ത് ചെയ്തോളണം എന്നില്ല, അവർക്ക് അതിനോട് ഓക്കെ ആയിക്കോളണം എന്നില്ല. കാരണം അപ്പൊ ഒരു മാറ്റം വരുമ്പോൾ ഇവരുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇവരുടെ ഇവർക്ക് എന്താ ഇപ്പൊ അവരുടെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ടാവാം, അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. സോ അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ചേഞ്ചിന് വരുന്ന റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിന് വരുന്ന ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ അതിനെ ഇവർ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു മാറ്റം. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്നോവേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ആണ് പറയുന്നത്. ഓർഗനൈസേഷൻസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി ഇന്നോവേറ്റ് ആൻഡ് ഇംപ്രൂവ് ടു സർവൈവ് ഇൻ എ ഹൈലി കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് അല്ലെ. അതായത് ഓർഗനൈസേഷൻസ് ആവുന്ന സമയത്ത് അവര് കണ്ടിന്യൂസ്ലി അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പുതിയ പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അവര് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അതാണ് അവിടെ പറയണം. അപ്പൊ ഇതൊക്കെയാണ് ഇവർ ഫേസ് ചെയ്യുന്ന, മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് പഠിച്ചു. മാനേജ്മെന്റിന്റെ നെസസിറ്റി, എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഈ മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എന്നൊന്ന് കമന്റ് ബോക്സിൽ പറയൂ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മളുടെ ഈ ഒരു ലൈവിനകത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഗ്നോന്റെ കമ്മ്യൂണിറ്റി ആണത്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. ശരി, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അവിടെ എന്താ പറയണേ നമുക്ക് നോക്കി നോക്കാം. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്ലാനിങ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻസ്. എന്താ പറയണത്, അതായത് എന്താണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളെടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഇവിടെ പഠിക്കാൻ പോണത്, പ്ലാനിങ് എന്താന്നുള്ളത് നമ്മൾ പഠിക്കും അല്ലെ, പ്ലാനിങ്ങിന്റെ മീനിങ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നീട് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് പഠിക്കും, പ്ലാനിങ്ങിന്റെ പ്രോസസ്സും നമ്മൾ പഠിക്കും. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ആദ്യം എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് വിൽ ബി ഡൺ, who will do it and when it will be done. എന്താ പറയണത്, ഒന്നുമില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് അല്ലെ, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. എന്താ മുൻകൂട്ടി തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം അല്ലെ. 4-5 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കുന്നതാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് അല്ലെ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ഒക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളിപ്പോ തന്നെ ചിന്തിക്കുക, ഉച്ചയ്ക്ക് ഇപ്പൊ എന്താ കഴിക്കുക, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാലോ. അപ്പൊ നമ്മൾ ആലോചിക്കാം ചിക്കൻ ബിരിയാണി കഴിക്കാം, പക്ഷെ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു, എന്ത് ബിരിയാണി കഴിക്കും, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, ബീഫ് ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏത് കഴിക്കും, ഇപ്പൊ എവിടെന്നാ കഴിക്കുക, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പൊ അതിൽ എവിടെന്നാ കഴിക്കുക, ആരുടെ കൂടെയാണ് നമ്മൾ കഴിക്കുക, ഫാമിലി ഒപ്പാണോ കഴിക്കുക, നമ്മൾ ഒറ്റയ്ക്ക് പോകണോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും. ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് അങ്ങനത്തെ പല തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പോവാ, ഏത് ഡ്രസ്സാ പോയി, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഏത് വണ്ടിയിൽ പോകണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കും അല്ലെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റിലും പറയുന്നത്. നമ്മളൊരു ഓർഗനൈസേഷനകത്തുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എപ്പോ ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിലെ ഒരുപാട് പ്ലാനിങ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. പ്ലാനിങ് ആണ് ഏറ്റവും വലുത് അല്ലെ. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യണമില്ലേ എന്നുള്ളതല്ല, പ്ലാനൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതും ഒക്കെ ഒരു പ്ലാനിങ്ങിന്റെ ബേസിൽ തന്നെയാണ് പോകുന്നത്. സോ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊന്ന് പ്ലാൻ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ അല്ലെ. അപ്പോ നമുക്കറിയാം ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് എ കോൺഷ്യസ് ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എഫേർട്ട് ബൈ മാനേജ്മെന്റ് ടു സെറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈൻ ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമൊന്നും അല്ല അല്ലെ. നമ്മളിപ്പോ ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ വിധി കാരണം ഉച്ചയ്ക്ക് കഴിച്ചു പോകുന്നല്ല, നമ്മളത് തീരുമാനിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് മീൽസ കഴിക്കണേ, അല്ലെങ്കിൽ ബിരിയാണിയെ കഴിക്കണേ, നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ തീരുമാനിക്കുകയാണെന്ന് ക്ലാസ് കാണണ്ട, നമ്മൾ ഓൾറെഡി തീരുമാനിക്കുന്ന കാര്യമാണ്. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള, ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓർഗനൈസേഷനകത്തും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇപ്പൊ നമുക്കൊരു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പല പല രീതികളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, നമുക്ക് ബസ്സിന് പോവാം, ട്രെയിനിന് പോവാം, കാറിന് പോവാം, സ്കൂട്ടറിന് പോവാം, അങ്ങനെ പല വഴികൾ നമുക്കുണ്ട്. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഏതാന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ മഴയുള്ള കാലമാണ്. സോ മഴ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ബൈക്കിൽ പോകണ്ട, നമ്മൾ തീരുമാനിച്ചു. ബസ്സിൽ പോകുന്ന കുറച്ച് റിസ്ക്, അപ്പൊ നമ്മൾ കാറിൽ പോകാൻ തീരുമാനിക്കുക. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യണേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷന്റെ കോണ്ടെക്സ്റ്റിലും വരുന്നത്. അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ കൊണ്ടു നടക്കണത്. സോ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ ചെയ്യുക, കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുക, അത് മുൻകൂട്ടിയിട്ട് തന്നെ നമ്മൾ തീരുമാനിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ് ഇനി മറക്കില്ല എന്ന് വിചാരിക്കണു. അപ്പൊ പ്ലാനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ.
ആ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിച്ച കുറെ കാര്യങ്ങൾ, അതിൽ നിന്നൊരു 3-4 ഫീച്ചേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോ കിട്ടില്ലേ? നമ്മൾ പറഞ്ഞത് എന്താ? പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്, അത് നമുക്കൊരു ഫീച്ചർ ആയിട്ട് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലെ, മുൻകൂട്ടി തീരുമാനിക്കുകയാണ്, അത് നമുക്ക് രണ്ടാമത്തെ ഫീച്ചർ ആയിട്ട് പറഞ്ഞൂടെ? പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അല്ലെ, ഡെലിബറേറ്റ്ലി നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. അല്ലാതെ നിങ്ങൾ പിന്നീട് ഈ ഫീച്ചേഴ്സ് ഇങ്ങനെ കാണാപ്പാടെ പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അതായത് ഈ ഒരു പേപ്പറിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭംഗി, ഒരു ബ്യൂട്ടി തന്നെയാണ്. നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ്. സോ നമുക്ക് എന്തായാലും കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും ചെയ്യാമല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇതെന്താണ്? ഒരു ഗോൾ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാനിങ്ങിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇത് MMPC 001 ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ നേരത്തെ പറയാത്തൊരു ഫീച്ചർ ആണ്, മീൻസ് നമ്മൾ മീനിങ്ങിൽ പറയാത്തൊരു കാര്യമാണ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞത്. പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരുന്നത്. സോ മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ആണ്. അപ്പൊ അത് എന്താണ്? ഇതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ പറയുന്നു പെർവാസീവ് ആണ്, അതായത് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് അല്ലെ. നമുക്ക് എല്ലാ ലെവൽസിലും ഇത് അത്യാവശ്യമാണ്. ഇപ്പൊ ഒരു ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ലോവർ ലെവൽ ആയിക്കോട്ടെ, എല്ലായിടത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് പ്ലാൻസ് ആർ നോട്ട് വൺ ടൈം, they are reviewed and updated as conditions change അല്ലെ. പ്ലാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ ടൈമിലോട്ടുള്ള ഒന്നല്ല. നമ്മൾ അത് എന്ത് ചെയ്യും? മാറ്റങ്ങളൊക്കെ വരുത്തും, പക്ഷെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുത്തുള്ളൂ. അതാണ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ പറഞ്ഞു ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത് മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റൂ കേട്ടോ. അപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത്, ഞാൻ പറഞ്ഞു നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പ്ലാനിങ് എന്താ നമ്മൾ പഠിച്ചു, പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോണത് പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് നമ്മളുടെ പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ പറയുന്നത് സെറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഗോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്ത് വെക്കണം. അതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിഫൈൻ ക്ലിയർ മെഷറബിൾ ടൈം ബൗണ്ട് ഗോൾ അല്ലെ. ടൈം ബൗണ്ടിലുള്ള ക്ലിയർ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് പ്ലാനിങ് പ്രിമൈസസ് ആണ്. അപ്പൊ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പ് പ്ലാനിങ് പ്രിമൈസസ് ആണ്. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ അസംഷൻസ് അബൌട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്സ്, മാർക്കറ്റ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, കോസ്റ്റ്, ടെക്നോളജി, legal changes. These premises from the basis for realistic planning. Okay. അപ്പോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് പ്രിമൈസുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതായത് നമുക്കറിയാം നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ അകത്ത് വരുന്ന എൻവയോൺമെന്റ് ആണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പുറത്ത് വരുന്ന എൻവയോൺമെന്റ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, കോസ്റ്റ്, ടെക്നോളജി, ലീഗൽ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അസംഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് എപ്പോഴൊക്കെയാണ് ഇത് മാറ്റങ്ങൾ
മാറ്റങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് കൂടോ കുറയോ, അതേപോലെ ലീഗൽ ചാർജ് കൂടോ കുറയോ, അങ്ങനെയുള്ള കുറെ അസംഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡെവലപ്പ് പ്ലാനിങ് പ്രിമൈസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഓർഗനൈസേഷന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള അസംഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ അൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആണ്. അതായത് ജനറേറ്റ് ആസ് മെനി ഫീസിബിൾ ഓപ്ഷൻസ് ആസ് പോസിബിൾ ടു റീച്ച് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പല പല രീതികൾ ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള, അപ്പൊ ഒരു രീതിയിൽ മാത്രമല്ല, നമുക്ക് പല രീതികളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അൾട്ടർനേറ്റീവുകള് അല്ലെങ്കിൽ എന്താ പറയാ ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഐഡന്റിഫൈ അൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഇവാലുവേറ്റ് അൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇപ്പൊ ഇതൊക്കെ നമുക്ക് വേരിയസ് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അൾട്ടർനേറ്റീവ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ കോസ്റ്റ്, അതിന്റെ ബെനിഫിറ്റ്, റിസ്ക്, ടൈം, റിസോഴ്സ് റിക്വയർമെന്റ്സ്, അത് നമ്മുടെ ഒബ്ജക്റ്റീവുമായിട്ട് എത്രത്തോളം അലൈൻ ചെയ്തു പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓരോ അൾട്ടർനേറ്റീവിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അസസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ പോവാണ്. അതാണ് നമ്മളുടെ ഇവാലുവേറ്റ് അൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവാലുവേറ്റ് അൾട്ടർനേറ്റീവ്സ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ദെൻ നമ്മൾ പ്ലാനിംഗ് പ്രിമൈസസുകൾ ഡെവലപ്പ് ചെയ്തു, പിന്നെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അൾട്ടർനേറ്റീവ് കോഴ്സുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഇവാലുവേറ്റ് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെസ്റ്റ് അൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഓഫേഴ്സ് മാക്സിമം ബെനിഫിറ്റ് ഫോർ ആക്സെപ്റ്റബിൾ കോസ്റ്റ് ഓർ റിസ്ക്. നമ്മൾക്ക് എത്ര കോസ്റ്റ് അല്ലെങ്കിൽ എത്ര റിസ്ക് ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് എത്തുന്ന നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസിഷൻ ഓഫൺ മിക്സസ് അനാലിസിസ് ആൻഡ് മാനേജറിയൽ ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അല്ലെ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് സെലക്ട് ദ ബെസ്റ്റ് അൾട്ടർനേറ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലാൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ഫോർമുലേറ്റ് ദ പ്ലാൻ ആണ് പിന്നീട് വരുന്നത്. ട്രാൻസ്ലേറ്റ് ദ സെലക്ടഡ് അൾട്ടർനേറ്റീവ് ഇൻ ടു കോൺക്രീറ്റ് പ്ലാൻസ് അല്ലെ. നമുക്കറിയാം ഒരുപാട് ഇപ്പൊ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടാവാം. നമ്മൾ ഇനി പറയും പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ബഡ്ജറ്റ്സുകൾ, ഷെഡ്യൂൾസ്, റിസോഴ്സ് അലോക്കേഷൻ, അങ്ങനെ പല രീതികളിലുള്ള പ്ലാനുകൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ പ്ലാനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർമുലേറ്റ് ദ പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇനിയാണ് നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്. നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനകത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. എങ്ങനെയാ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാനിങ്ങുകൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് ഫോളോ അപ്പ് ആണ് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ പ്ലാനും എപ്പോഴും ഓക്കെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളൊരു റെഗുലർ ഇന്റർവെൽസിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, അത് മോണിറ്റർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. സോ ട്രാക്ക് പെർഫോമൻസ് അഗെയിൻസ്റ്റ് പ്ലാൻ, മെഷർ വേരിയൻസസ്, ഡയഗ്നോസ് കോസസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. നമുക്ക് പറയാം അപ്പോൾ പ്ലാനിങ്ങിൽ അകത്ത് എന്തുണ്ടാവാം, തെറ്റുകളും കാര്യങ്ങളൊക്കെ വരാം അല്ലെ, ചേഞ്ച് ഒക്കെ ഉണ്ടാവുമ്പോൾ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതാണ് ഈ ഒരു മോണിറ്റർ ആൻഡ് ഫോളോ അപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇത്രയാണ് നമ്മളുടെ പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ദെൻ പ്ലാനിങ് പ്രിമൈസുകൾ ഡെവലപ്പ് ചെയ്യുന്നു, നമുക്ക് വേരിയസ് ആയിട്ട് ആ പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ അതിലെ ബെസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു, പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നു, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, ഫീഡ്ബാക്ക്. അതിനാണ് മോണിറ്റർ ആൻഡ് ഫോളോ അപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്, എന്താണ്
പ്ലാനിങ് എന്നുള്ളത് പഠിച്ചു. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഈ പ്ലാനിങ് നമുക്ക് എങ്ങനെ ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരാം, അതിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് എന്ത് ചെയ്തത്, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പൊ പ്ലാനിങ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പല പല രീതികളിലുള്ള പ്ലാനിങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതിൽ പറയണത് ബേസ്ഡ് ഓൺ കവറേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ആണ്. അതായത് കവറേജിന്റെ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ ബേസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസൈൻഡ് ടു മീറ്റ് ദ ബ്രോഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ഇംപ്ലിമെന്റ് ദ മിഷൻ. അതായത് നമുക്കറിയാം ഓർഗനൈസേഷനകത്തുള്ള ചില പ്ലാനുകൾ ലോങ് ടേമിലേക്കുള്ള പ്ലാനുകളായിരിക്കും. അതായത് ലോങ് ടേം എന്ന് പറയുമ്പോൾ 5 അതിലധികമോ 5+ അല്ലെങ്കിൽ നമുക്ക് 5 കൂടുതൽ വർഷത്തേക്കോ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അത് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്ന ഒരു പ്ലാനിങ് കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് പറയുന്നത്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോംപ്ലെക്സ്, കവേഴ്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഈസ് കണ്ടക്ടഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. അപ്പൊ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനെ അവിടെ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ടാവുക. പിന്നെ ഇത് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ടാക്ടിക്കൽ പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പൊ ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലെസ് ലോങ് ടേം ആൻഡ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദ മീൻസ് ആൻഡ് മെക്കാനിസം ടു ഇംപ്ലിമെന്റ് ദ സ്ട്രാറ്റജിക് പ്ലാൻസ്. എന്താ പറയണത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻ പോലെ 5 വർഷമോ അതിൽ കൂടുതലൊന്നുമില്ല. ഇത് 1 to 3 ഇയേഴ്സിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി വരുന്ന ഒരു പ്ലാൻ ആണ്. നമ്മളുടെ കുറച്ച് തന്ത്രപരമായിട്ടുള്ള പ്ലാനുകളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനുകൾ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ടു ഇംപ്ലിമെന്റ് ആൻഡ് ഇൻവോൾവ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ടാക്ടിക്കൽ പ്ലാൻ ആവുന്ന സമയത്ത് ഹൗ ടു ഇംപ്ലിമെന്റ് ആണ്, എങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ കാര്യമായിട്ട് ഈ ടാക്ടിക്കൽ പ്ലാനിങ്ങിനകത്ത് നോക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു പ്ലാനിങ് ഫോം ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടാക്ടിക്കൽ പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഓപ്പറേഷണൽ പ്ലാനിങ് ആണ്. അപ്പൊ ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം പ്ലാനിങ് എയിംഡ് അറ്റ് എലിമിനേറ്റിംഗ് കറന്റ് ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ഫോർ ഈച്ച് യൂണിറ്റ് ഓർ സബ് യൂണിറ്റ്. എന്താ പറയണത്, അതായത് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം പ്ലാനിങ് ആണ്. അവിടെ നമ്മൾ എയിം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറന്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്ന, അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആണോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു കറന്റ് ഓപ്പറേഷണൽ പ്രോബ്ലംസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഓരോ യൂണിറ്റിനകത്തും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു ഷോർട്ട് ടേം പ്ലാനിങ് ആണ്. അതായത് 1 ഇയറിന് താഴെ അതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ആ പ്രോബ്ലത്തിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓപ്പറേഷൻസ് ഒന്നും കൂടെ സുഖകരമാക്കാനാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഈ ഒരു ഓപ്പറേഷണൽ പ്ലാനിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. സോ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കവറേജ് ആണ്. അപ്പൊ ബേസ്ഡ് ഓൺ കവറേജ് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്, അതേപോലെ തന്നെ ടാക്ടിക്കൽ പ്ലാനിങ് വരുന്നുണ്ട്, ദെൻ ഓപ്പറേഷണൽ പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ബേസ്ഡ് ഓൺ ടൈം ഫ്രെയിം ആണ്. ടൈം ഫ്രെയിമിന്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോ ഈ ടൈം ഫ്രെയിമിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ലോങ് ടേം പ്ലാനുകളെ കുറിച്ചിട്ടും പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മീഡിയം ടേം പ്ലാനുകൾ വരുന്നുണ്ട്, ഷോർട്ട് ടേം പ്ലാൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ലോങ് ടേം പ്ലാന്, മീഡിയം ടേം പ്ലാന്, അതേപോലെ തന്നെ
ഷോർട്ട് ടേം പ്ലാൻ. ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ അതില് ആദ്യം നമുക്ക് എന്താണ് ലോങ് ടേം പ്ലാൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇത് ഹൈലി ടെക്നിക്കൽ, ഡീലിംഗ് വിത്ത് ദ കോമ്പറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ദ ഓർഗനൈസേഷൻ, യൂഷ്വലി 5 to 15 years. എന്താ പറയണത്? അതായത് ഈ ലോങ് ടേം പ്ലാൻ അല്ലെ, ആ ഒരു പേര് പോലെ തന്നെ ഇത് കുറച്ച് ലോങ് ടേമിലോട്ട് വരുന്ന പ്ലാൻ ആണ്. അതായത് 5 വർഷം തൊട്ടിട്ട് 15 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പ്ലാൻ ആണ് ഇത് എന്ന് പറയുന്നത്, ഈ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലാൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ കോമ്പറ്റേറ്റീവ് ആസ്പെക്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് 5 to 15 years വരെ നീണ്ടു നിൽക്കുന്ന പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ലോങ് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. So they are vague and susceptible to uncertain events like technological or policy changes requiring top management attention. So ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു 10 വർഷത്തേക്കുള്ള എന്താ പറയാ പ്ലാനുകൾ നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, നമുക്കറിയാം 10 വർഷം കഴിഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക നമുക്കറിയോ? ഇല്ല. സോ നമ്മൾ അങ്ങനെ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ പ്ലാനുകളിൽ നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. സോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലോങ് ടേം പ്ലാൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മീഡിയം ടേം പ്ലാൻസുകളാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. എന്താണ് മീഡിയം ടേം പ്ലാൻസ് ആണ്. സോ മീഡിയം ടേം പ്ലാൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ അപ്പൊ മീഡിയം ടേം പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റേഞ്ച് ബിറ്റ്വീൻ 2 and 5 years. 2 മുതൽ 5 വർഷം വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റേഞ്ച് വരുന്നുണ്ടാവുക. ആൻഡ് റിലേറ്റീവ്ലി ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ആൻഡ് കവർ ഓപ്പറേഷണൽ ഡിസിഷൻസ് ലൈക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ആൻഡ് ലേബർ വേജസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മീഡിയം ടേം പ്ലാനുകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് പറയുന്നത്. സോ മീഡിയം ടേം പ്ലാനുകൾ ആവുന്ന സമയത്ത് അത് 2 വർഷം തൊട്ടിട്ട് 5 വർഷം വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മീഡിയം ടേം പ്ലാനുകൾ വരുന്നുണ്ടാവുക. 2 to 5 yearsന്റെ ഇടയിലായിരിക്കും. അപ്പോ അവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോ എന്താ പറയാ, നമുക്കിപ്പോ ഓപ്പറേഷണൽ ഡിസിഷൻസ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് എത്ര റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, എത്ര രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, വേജസ് ലേബർ വേജസ് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മീഡിയം ടേം പ്ലാനിനകത്ത് പറയുന്നുണ്ടാവുക കേട്ടോ. സോ മീഡിയം ടേം പ്ലാൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു എന്താ പറയാ നമ്മളുടെ 2 to 5 yearsന്റെ ഇടയിൽ വരുന്ന പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മീഡിയം ടേം പ്ലാൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഷോർട്ട് ടേം പ്ലാൻസ് ആണ്. ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ about a year or so dealing with day-to-day operations such as inventory management and employee training. Okay, അപ്പൊ ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള പ്ലാൻ ആണ് മീഡിയം ടേം ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ്, അതേപോലെ തന്നെ എംപ്ലോയി ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. സോ അത്രയാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ഫ്രെയിമിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ടേം പ്ലാൻ ഉണ്ട്, മീഡിയം ടേം പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം പ്ലാൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് യൂസ് ആണ്. ഫ്രീക്വൻസി ഓഫ് യൂസിന്റെ ബേസിലാണ് നെക്സ്റ്റ് പ്ലാൻ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് യൂസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നത് സിംഗിൾ യൂസ് പ്ലാൻ ആണ് ആദ്യമായിട്ട് പറയണത്. അപ്പൊ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 ടൈം പ്ലാൻ ആണ്. അപ്പൊ ഒരു യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 1 ടൈം പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻ ആണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആണ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഓൺഗോയിങ് പ്ലാൻ ദാറ്റ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ റെക്കറിംഗ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് ഓൺഗോയിങ് പ്ലാൻസ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും
എന്തെങ്കിലും പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന, എപ്പോഴും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്റ്റാൻഡിങ് പ്ലാൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാനും ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാൻഡിങ് പ്ലാനുകളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ.